പോലീസുകാരല്ല കണ്ടുപിടിച്ചത് വരെ ഞാനാണ് പോയി കണ്ടുപിടിച്ചത് കിടന്ന് കണ്ടുപിടിച്ച് ഇന്ന ആളാണ് എടുത്തുകൊണ്ട് പോയെന്ന് വീണ്ടും ഞാനാണ് പരാതി കൊണ്ടുപോകുന്നത്. പോലീസുകാരല്ല പരാതി കൊണ്ടുവന്നത്. ഇപ്പം അവർ എന്നെ വിളിച്ച് അവർ 2 ഗ്യാസ് കുറ്റി എടുത്ത് വെച്ചിട്ട് എന്നെ വിളിച്ച് വരട്ടണം. എൻ്റെ തന്തയ്ക്കെല്ലാം വിളിക്കണം അവർ. എൻ്റെ കൊച്ചുങ്ങൾ എത്രയും സാധനം എടുത്ത് 2 സാധനം എടുത്തിട്ട് അതിന് 2 ഗ്യാസ് കുറ്റി മേടിച്ചു. അവർ സമ്മതിച്ചു അവിടെ എല്ലാം റെഡിയായി. ബാക്കി ഇതിൽ ഇനിയും കൊണ്ട് പിടിക്കാൻ ആളുകൾ. ഇതിൽ നിറച്ച സാധനങ്ങൾ ഈ അടുപ്പ് വരെ ഇടിച്ചിളക്കി. ഇതിൽ ഇരുമ്പിൻ്റെ ഒരു അടുപ്പായിരുന്നു ഇരുന്നത്. അത് മൊത്തം ഇടിച്ച് ഇളക്കി അത് ഒന്ന് എടുത്തു. ഒരു വെള്ളം കുടിക്കാൻ പോലും ഒരു ക്ലാസ്സും ഇല്ല. ഈ 2 ഈ അങ്കലം മാത്രമേ ഉള്ളൂ. നമസ്കാരം. ഇതിന് മുമ്പ് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആകെ പ്രശ്നങ്ങളാണ്. ഈ MDMA പോലുള്ള മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് അവരത് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ 0.5 ഗ്രാമിനൊക്കെ 1500-2000 രൂപയൊക്കെ വിലയുണ്ട്. അതിന് വേണ്ടിയിട്ട് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ വീട്ടിൽ കയറി വീട്ടുപകരണങ്ങൾ വരെ മോഷ്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇങ്ങനൊരു സംഭവം ആവർത്തിച്ചിട്ടുണ്ട്. അത് മാത്രമുള്ള കാര്യം, ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ചേട്ടൻ്റെ പേര് മധു. ഈ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ഉള്ള ലഹരി അഡിക്റ്റായ ആൾക്കാരൊക്കെ വന്നിട്ട് ചേട്ടൻ്റെ ഗ്യാസ് കുറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയതിനു ശേഷം അദ്ദേഹം പരാതി കൊടുത്തു. 8-ാം തീയതി പരാതി കൊടുത്തു, 14-ാം തീയതി DYSPക്ക് കൊടുത്തു, 22-ാം തീയതി SHOക്ക് കൊടുത്തു. ഇങ്ങനെ 3-4 പ്രാവശ്യം. ഇപ്പം ഇന്ന് ഡേറ്റ് 3 ആയി. 3 പരാതി കൊടുത്തിട്ട് ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, തിരിച്ചറിഞ്ഞ പ്രതികളെ. പക്ഷേ ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. കാരണം അവരെ കൊണ്ട് ഈ സാധനം തിരിച്ചുകൊണ്ട് വരാം, നിങ്ങൾ കേസ് ഒത്തീർപ്പാക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. ചേട്ടൻ ഇപ്പോൾ ഇതുവരെ ആ സാധനം കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ചേട്ടന് ഭയങ്കര ഭീഷണിയും കൂടെയാണ്. ഓരോ സ്ഥലത്തുനിന്ന് ഈ പ്രതികളൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്തിയത് ഇവിടെ. ചേട്ടാ, എന്താണ് സംഭവം? എൻ്റെ വീട്ടിൽ കയറി ആദ്യം സാധനങ്ങളെല്ലാം പറക്കൊണ്ട് പോയി. വീട്ടു സാധനങ്ങൾ മൊത്തം വാരിക്കൊണ്ട് പോയി. ഒരു ക്ലാസ് പോലും വയ്ക്കാതെ. കറക്റ്റ് സ്ഥലം കോരാണി കുറക്കട, അംബേദ്കർ ഗ്രാമം കുറക്കട അവിടെയാണ്. കൊണ്ടുപോയി 2 ഗ്യാസ് കുറ്റി, 5 കുക്കർ, പിന്നെ ബാക്കി സ്റ്റീൽ ചരുവങ്ങളും പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും മൊത്തം പറക്കുന്നുണ്ട്. പിന്നെ അത് പോരെങ്കിൽ ഇരുമ്പിലെ അടുപ്പ് സഹിതം അവർ ഇടിച്ചിളക്കി എടുത്തുകൊണ്ട് പോയി. അടുക്കള അവിടെയാണ്. അപ്പോൾ ഈ വീട്ടിനകത്ത് എനിക്ക് വൈകിട്ട് കിടന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. 1.5 കൊല്ലം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്. നമ്മൾ ഫാമിലിയായിട്ട് ഡൈവേഴ്സ് ആയിപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാൻ നേരമലത്തെ ജോലിക്ക് പോകും, വൈകിട്ടാണ് വരുന്നത്. അങ്ങനെ അപ്പോൾ ഇവിടെ കുറേ പയ്യന്മാർ ഇപ്പുറത്തെ എൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് അവിടെ വൈകിട്ട് സംഘമാണ്. ഇവരാണ് ഇത് എടുത്തത്. ഞാൻ ആദ്യം തിരക്കിയിട്ടൊന്നും ഞാൻ എൻ്റെ ശേഷാരനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ശേഷാരൻ പറഞ്ഞു അവൻ എടുത്തിട്ടില്ലെന്ന്. അപ്പോൾ അറിഞ്ഞില്ല, ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ എടുക്കുമെന്ന്. ഞാൻ പിള്ളേരെ കൂട്ടത്തിൽ ഇരിക്കും എന്നല്ലാതെ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് പരാതി ഞാൻ സ്റ്റേഷൻ SIക്ക് കൊടുത്തു. അത് കൊടുത്തു. അവർ പറഞ്ഞു അവൻ എടുത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ അവർ പറഞ്ഞു സാറുമാർ പറഞ്ഞ് എൻ്റെ അടുത്ത് തിരക്കാൻ പറഞ്ഞു. അടിച്ച സ്ഥലത്ത് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് അവർ കണ്ട കൂട്ടേ, ഇങ്ങനത്തെ കൂട്ടാണ്. ഇത് അവർ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ വെച്ച് ഇവിടെ കമ്പി എന്തേലും ഇട്ട് ഉടക്കി ഇട്ടിരുന്നു. ഇതാണ് അടുക്കള. ആടെ ഒരു സാധനവും ഇല്ല, മൊത്തം വാരിക്കൊണ്ടുപോയി. ഇതിൽ നിറച്ച സാധനങ്ങളാണ്. ഈ അടുപ്പ് വരെ ഇടിച്ചിളക്കി. ഇതിൽ ഇരുമ്പിൻ്റെ ഒരു അടുപ്പായിരുന്നു ഇരുന്നത്. അത് മൊത്തം ഇടിച്ച് ഇളക്കി അത് ഒന്ന് എടുത്തു. ഒരു വെള്ളം കുടിക്കാൻ പോലും ഒരു ക്ലാസ്സും ഇല്ല. ഈ 2 ഈ അങ്കലം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ അത് പരാതിപ്പെട്ടു. അവർ ഇപ്പോൾ 2 ടീമുകാരെ പിടിക്കുകയും ചെയ്തതാണ്. പിടിച്ചിട്ട് അവർ ഇത് വേറെ സാധനങ്ങൾ മേടിച്ച് തരാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10ഓളം സംഘമുണ്ട്. ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ പ്രതികളെ പിടിക്കുക, അറസ്റ്റ് ചെയ്യുക, അതിനുശേഷം റിമാൻഡ് ചെയ്യുക, അതൊക്കെയാണ് വേണ്ടത്. അതിന് പകരം ഒത്തീർപ്പിലേക്ക് പോയില്ലേ? ഒത്തീർപ്പിലേക്ക് പോയി. അത് എനിക്കറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ. ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു. എന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. ഇവർ എങ്ങനെയാണ് ഇത് പറഞ്ഞ് ചെയ്തെന്നുള്ള കാര്യം എനിക്കറിയില്ല. അവർ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. മോഷണം പോയെന്നുള്ള കാര്യം വാസ്തവം. എല്ലാ സാധനവും പോയി. അറസ്റ്റ് ചെയ്ത് കണ്ടെത്തി. പക്ഷെ അവരെ കൊണ്ട് അവരെ നിയമപരമായിട്ട് കൊണ്ടുപോകാതെ ഈ പറയുന്ന ഒത്തീർപ്പിലേക്കാണ് പോലീസുകാർ വന്നത്. അതാണ് ഞാൻ അതുകൊണ്ടാണ് ഒത്തീർപ്പ് വന്ന് അവർ മേടിച്ച് തരാന്ന് പറഞ്ഞവർ ഇപ്പൊ എന്നെ തിരിച്ചു വിരട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ പോലീസുകാർ ഈ സാധനം വാങ്ങിച്ച് തരാന്ന് പറഞ്ഞു തിരിച്ചല്ല. പോലീസുകാർ ഇവർ ഈ കൊച്ചുങ്ങൾ അച്ഛന്മാർ വന്ന് പറഞ്ഞ് മേടിച്ച് തരാന്ന് പറഞ്ഞു. പോയ സാധനങ്ങൾ മൊത്തം മേടിച്ച് തരാന്ന് പറഞ്ഞു. ചേട്ടാ, എനിക്ക് മനസ്സിലാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ചേട്ടന്റെ വീട്ടിൽ മോഷണം നടന്നു, എല്ലാ സാധനവും കൊണ്ടുപോയി, പോലീസുകാർ തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവരെ ഒരു നിയമപരമായി കൊണ്ടുപോകാതെ റിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയോ ചെയ്യാതെ എന്തിനാണ് പോലീസിന് ഒത്തുകളിക്കുന്നത്? അതിനെപ്പറ്റി എനിക്കറിയില്ല. എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പോകണോണ്ട് നമുക്ക് ഇതിനെ ഒന്നും അറിയില്ല. എൻ്റെ അടുത്ത് അവിടെ ചെന്നപ്പോൾ, കാരണം നിങ്ങൾ പരാതി കൊടുത്തത് 7-ാം തീയതിയാണ്. 8-ാം തീയതി പരാതി കൊടുത്തത്. 22 അതൊരു 3 പരാതി കൊടുത്തിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇവരെ പിടിച്ചപ്പോൾ അവരെ അച്ഛൻ അവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചിറയൻകീഴ് പോലീസല്ലേ? ചിറയൻകീഴ് പോലീസ്. അപ്പോൾ അവർ സാധനം മേടിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിള്ളേർ ഈ സാധനം മേടിച്ച് തരണത് വരെ അവരവിടെ ചെന്ന് വൈകിട്ട് 7 മണിക്ക് ഒപ്പിടണം. ഈ 2 വ്യക്തികളും. ബാക്കിയുള്ളവരാരും ഇവിടെ ഇല്ല.
എന്ന് പറഞ്ഞാൽ എനിക്കും അറിഞ്ഞൂടെ ആരെല്ലാം ആണെന്ന്. മൊത്തം 10 പേരെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ്. ഒരു മോഷണം നടന്നു, പോലീസുകാർ നിയമപരമായിട്ട് അവർക്ക് കണ്ടെത്തി, പോലീസുകാരല്ല ഹാജരാക്കുന്നതിന് പകരം ഒരു ഒത്തീർപ്പ് കേസിലേക്ക് പോകുന്നു. പോലീസുകാരല്ല കണ്ടുപിടിച്ചത് വരെ ഞാനാണ് പോയി കണ്ടുപിടിച്ചത് കിടന്നു. കണ്ടുപിടിച്ച് ഇന്ന ആളാണ് എടുത്തുകൊണ്ട് പോയെന്ന് വീണ്ടും ഞാനാണ് പരാതി കൊണ്ടുപോകുന്നത്. പോലീസുകാരല്ല പരാതി കൊണ്ട് വന്നത്. പോലീസുകാർ കണ്ടില്ല. ഞാൻ ഫസ്റ്റിൽ 8-ാം തീയതി പരാതി കൊടുത്തിട്ടുള്ള അവർ കണ്ടുപിടിച്ചില്ല. പിന്നെ ഈ 22-ാം തീയതി ഇവർ അന്വേഷണം വരാത്തതുകൊണ്ടാണ് DSPക്ക് കൊടുത്തത്. അപ്പോഴാണ് പിന്നെയാണ് അന്വേഷണം വന്നത്. അന്വേഷണം വന്നത് ഇതേപോലെ ചെന്ന് ചോദിച്ചപ്പോഴാണ് പോലീസുകാർ അന്വേഷിച്ചില്ല. ഇല്ല, ചേട്ടനാണ് കണ്ടുപിടിച്ചത്. ഇത്രയും പേര് സ്ഥിരമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ തന്നെ. പക്ഷേ ബാക്കി എല്ലാവരും പേര് അറിയാന്നുള്ളവർ ശ്രീഹരി, അനീഷ്, രാമണൻ, പിന്നെ മറ്റു പിള്ളേരെ പേരുള്ളൊന്നും എനിക്കറിയില്ല. അവരവിടെ എല്ലാവരും പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടാലേ അറിയാം, അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ പയ്യന്മാരെ. അപ്പോൾ ഇത്രയും പേരുണ്ട്. ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി ഇത്രയും സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയി ആക്രിക്കടയിൽ കൊണ്ട് വിൽക്കുകയും ചെയ്തു. എല്ലാം പോലീസുകാർക്ക് അറിയാം. എന്നിട്ട് പോലും ഒരു ആക്ഷൻ ഇല്ല. ആക്ഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം എന്തിനാണെന്നുള്ള അവർ ഇനി പാർട്ടിക്കാരായിട്ടുള്ള എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പാർട്ടിക്കാരാണോ അവര്? അവരാണ് കോൺഗ്രസിലുള്ള പാർട്ടിക്കാരാണെന്ന് തോന്നുന്നു. ഏത് പാർട്ടിയൊന്നുമല്ല അറിയാം. അവർ കോൺഗ്രസിലെ ടീമാരാണ്. ഞാൻ അങ്ങനെയല്ലാണ് കളിച്ചതാണ്. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. സാധനങ്ങളും കിട്ടിയിട്ടില്ല, കോടതി ഹാജരാക്കിയിട്ടില്ല. ഈ പ്രതികളെല്ലാം പോലീസുകാർക്ക് അറിയുകയും ചെയ്യാം. അല്ല, ഈ 2 പ്രതികൾ ഇപ്പൊ ദിവസം ചെന്ന് ഒപ്പിടാൻ പോകുന്നുണ്ട്. ഈ സാധനം മേടിച്ച് തരാൻ അവർ പറഞ്ഞ് ഈ പിള്ളേർ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ചക്കകത്ത് സാധനം മേടിച്ച് തരാമെന്നാണോ, എല്ലാ സാധനം മേടിച്ച് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ അതുവരെ ഇവർ ഒപ്പിടാൻ ചെല്ലുന്നുണ്ട്. പക്ഷേ ഇപ്പം അവർ എന്നെ വിളിച്ച് അവർ 2 ഗ്യാസ് കുറ്റി എടുത്ത് വെച്ചിട്ട് എന്നെ വിളിച്ച് വരട്ടണം. എൻ്റെ തന്തയ്ക്കെല്ലാം വിളിക്കണം അവർ. എനിക്ക് സാധനം മേടിച്ച് തരാൻ പറ്റൂല, നീ എൻ്റെ കൊച്ച് ഒരു ഇത്ര സാധനം എടുത്തോളൂ, ബാക്കിയൊന്നും എൻ്റെ കൊച്ചെല്ലാം എടുത്ത ബാക്കി ഇതിൽ 10 പേരോളം ഉണ്ടല്ലോ. അപ്പോൾ അവരെടുത്ത് പോയി ഞാൻ പോയി ചോദിക്കാം. ഇനി ഞാൻ ഇങ്ങനെ പോയി ചോദിക്കാം. ഞാൻ ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോലീസുകാർ നിഷ്ക്രിയമാണ്. അവരൊന്നും പറയുന്നില്ല. മറ്റൊരു പിന്നെ ഞാൻ പോയില്ല. അതിൽ എന്നെ ഞാൻ പിന്നെ പോയില്ല. പിന്നെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇല്ല, ഇല്ല. പിന്നെ അവരെന്നെ വിളിച്ചതില്ല. ഭീഷണിപ്പെടുത്തുന്നത് ഈ പിള്ളേർ അച്ഛൻ ഈ സാധനം മേടിച്ച് തരാമെന്ന് പറഞ്ഞ ആള് ആണ് എന്നെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തുന്നതിന് എത്രയും മേടിച്ച് തരാൻ പറ്റത്തില്ല. ചേട്ടനെ ഭീഷണിപ്പെടുത്ത കാര്യമൊക്കെ ഒന്ന് പറയണ്ടേ പോയിട്ട് സ്റ്റേഷനിൽ? ഇല്ല, അറിയിച്ചില്ല. ഞാൻ ഇന്നലെയാണ് അവൻ വിളിച്ച് എന്നെ വരട്ടിയത്. ഭീഷണിപ്പെടുത്തുന്ന അതിന്റെ റെക്കോർഡില്ല. ഞാൻ റെക്കോർഡ് പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പം റെക്കോർഡ് ഇങ്ങനെ സംസാരിക്കുന്നുള്ള രീതിയിലല്ലേ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോൺ വന്ന് അപ്പോൾ എടുത്തപ്പോൾ കാര്യം പറഞ്ഞാൽ എൻ്റെ കൊച്ചുങ്ങൾ എത്രയും സാധനം എടുത്ത് 2 സാധനം എടുത്തിട്ട് അതിന് 2 ഗ്യാസ് കുറ്റി മേടിച്ചു. അവർ സമ്മതിച്ചു. അവിടെ എല്ലാം റെഡിയായി. ബാക്കി ഇതിൽ ഇനിയും ഉണ്ട് പിടിക്കാൻ ആളുകൾ. ഇതിനകത്തുള്ളവർ തന്നെ വേറെ പയ്യന്മാരുണ്ട് പിടിക്കാൻ. അവരാരും പിടിക്കുന്നതുമില്ല, അവരെ വിളിക്കുന്നതുമില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതിനെപ്പറ്റി പറയാൻ. മോഷണം നടന്നു, പ്രതികളെ അറിയാം, പ്രതികൾ ദിവസം ഒപ്പിടുന്നുണ്ട്. അവരെ സ്റ്റേഷനിൽ കോടതിയിൽ ഹാജരാക്കുന്നില്ല, റിമാൻഡ് ചെയ്തിട്ടൊന്നും ചെയ്യുന്നില്ല. പകരം ഒരു ഒത്തീർപ്പ് ദിവസത്തിലേക്ക് സാധനം പോയി. അതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. കാരണം പോലീസുകാർ അങ്ങനെയല്ല പെരുമാറാനുള്ളത്. ആവശ്യമായ അവരിൽ ആളുണ്ട്, എൻ്റെ ആരുമില്ല. അവരിൽ പാർട്ടിയായിട്ട് ആളുണ്ട്, എൻ്റെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. 1.5 കൊല്ലം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ കിടക്കുന്നത്. നേരം വെളുത്ത് ജോലിക്ക് പോകും, ഇതേപോലെ വരും, വന്ന് തിന്നുകൊണ്ട് കിടക്കുകയാണ് ചെയ്യണം. എനിക്ക് നടുകൊണ്ട് വയ്യാത്ത ഡിസ്ക് കംപ്ലൈൻറ്റ്. ഞാൻ വെൽറ്റലിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അത് ഇവരോടെ ഓടാനോ പിടിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഒരു വെയിറ്റുള്ള സാധനം പോലും എനിക്ക് എടുക്കാൻ പറ്റാത്ത ആളാണ്. വളരെ ഗൗരവമായിട്ടൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുവരുന്നത്. കാരണം ഇദ്ദേഹത്തെ പോലെ ഒരു പാവപ്പെട്ട മനുഷ്യന് ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്യാസ് കുറ്റി ഉൾപ്പെടെ ആ അടുപ്പെല്ലാം ഇടിച്ച് പൊളിച്ചൊക്കെയാണ് സാധനം കൊണ്ടുപോയിരിക്കുന്നത്. അത്രയും വിഷയം ഉണ്ടായിട്ട് ആ പ്രതികൾ തിരിച്ചറിഞ്ഞിട്ട് പോലും ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ആക്ഷനും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഒത്തീർപ്പ് വ്യവസ്ഥയിലേക്ക് പോലീസ് വന്നിരിക്കുകയാണ്. കുറ്റക്കാരാണെന്ന് കണ്ടാൽ അവരെ കണ്ടുപിടിക്കുക, അവരെ കോടതിയിൽ മുന്നിൽ ഹാജരാക്കുക, റിമാൻഡ് ചെയ്യുക, അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ വ്യവസ്ഥ. എനിക്ക് എൻ്റെ സാധനങ്ങൾ മൊത്തം ഇനി എനിക്ക് മേടിക്കാൻ പറ്റില്ല. മേടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ നടുകൊണ്ട് വയ്യാത്ത ആളാണ്. കുഞ്ഞ് ഒരു ബക്കറ്റ് വെള്ളം പോലും എനിക്ക് നേരെ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ നടക്കണമെന്നേ ഉള്ളൂ. നട്ടിൽ ഇഞ്ചക്ഷനെല്ലാം എടുത്ത ആളാണ്. അപ്പോൾ ഞാൻ അതും ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇവർ ഇങ്ങനെ ഈ പയ്യന്മാരോട് നിന്ന് സഹകരിക്കാനോ അടിക്കാനൊന്നും ഒന്നിനും എനിക്ക് പറ്റില്ല. ഞാൻ ഈ ബെൽറ്റും കെട്ടിയാണ് നടക്കുന്നത്. അതിനുള്ള ഗുളിയും കാര്യങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കിതിന് നിയമം കാര്യങ്ങളൊന്നും അറിയില്ല. അവർക്ക് ആളുണ്ട്, എനിക്ക് ആരുമില്ല. ഞാൻ അന്ന് തന്നെ വൈകിട്ടാണ് ചെല്ലുന്നത്. ചെന്ന് പറഞ്ഞിട്ട് അവർ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും കാണാത്തതുകൊണ്ട് പിന്നെ DSPക്ക് കൊടുത്ത്. പിന്നെ എന്നിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പോയി അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചാണ് ഇത്രയും പേരെ കണ്ടുപിടിച്ച് കൊടുത്തിട്ട് അവരെ വീണ്ടും അവരിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ അവരിപ്പോൾ എന്നെ തിരിച്ചു വരട്ടിക്കൊണ്ടിരിക്കുന്നു. ശരി, വളരെ ഗൗരവമായുള്ളൊരു വിഷയമാണ്. എന്തായാലും നിങ്ങൾ ബന്ധപ്പെട്ട അധികാരിയുടെ മുമ്പിലേക്ക് ഈ വാർത്ത സമർപ്പിക്കുകയാണ്. ഈ മനുഷ്യന് നീതി വേണം, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സ്ഥലം തിരിച്ചു വേണം, അതുപോലെ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ. മർദ്ദനമള്ളിക്ക് വേണ്ടി ശ്രീത് മാരാർ, സൈനിങ് ഓഫ്.